മുംബൈ പോലുള്ള അധോലോകങ്ങൾ അരങ്ങുവാഴുന്ന നഗരങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു തിരുവനന്തപുരം നഗരഹൃദയത്തിൽ നടന്ന വെടിവയ്പ്. ഏറെ അമ്പരപ്പും ഞെട്ടലും ആശങ്കയും ഉണ്ടാക്കിയ ആ സംഭവം. കൊറിയർ നൽകാനെന്ന വ്യാജേന മുഖം മറച്ചെത്തിയ സ്ത്രീയാണ് വെടിവെച്ചത്. വഞ്ചിയൂരിലെ വീട്ടിലെത്തി നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെയാണ് എയർ പിസ്റ്റൾ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 8:30 ആയിരുന്നു ആക്രമണം. കേസിൽ അസാധാരണമായ ട്വിസ്റ്റാണ് പിന്നീടുണ്ടായത്. അന്വേഷണത്തിനൊടുവിൽ കേസിലെ പ്രതി ഡോക്ടർ ദീപ്തി മോൾ ജോസ് എന്ന യുവതി പിടിയിലായി. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പൾമണോളജിസ്റ്റ് ആയിരുന്നു ഈ 37-കാരിയായ ദീപ്തി. ദീപ്തിയെ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് പിടികൂടിയത്. ഇവരുടെ ഭർത്താവും ഡോക്ടറാണ്. ആക്രമണം നടത്തിയ ശേഷം ദീപ്തി രക്ഷപ്പെട്ട കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ദീപ്തി. ഈയിടെ ദീപ്തിയും സുജിത്തും തമ്മിൽ അകന്നു. സുജിത്തുമായുള്ള സൗഹൃദത്തിന് ഷിനി തടസ്സമായെന്ന് കണ്ടാണ് ഇവരെ വകവരുത്താൻ ശ്രമിച്ചതെന്നാണ് ദീപ്തിയുടെ കുറ്റസമ്മതം. യൂട്യൂബ് വീഡിയോകളും സിനിമകളും കണ്ടാണ് ഇവർ ആക്രമണത്തിന് പദ്ധതിയിട്ടത്. ഓൺലൈൻ വിൽപ്പന സൈറ്റിൽ കണ്ട കാറിന്റെ നമ്പർ ഉപയോഗിച്ച് വ്യാജ നമ്പർ തരപ്പെടുത്തി. ഓൺലൈൻ വഴി എയർ പിസ്റ്റൾ വാങ്ങിയ ശേഷം യൂട്യൂബ് നോക്കി അത് ഉപയോഗിക്കാനും പരിശീലിച്ചു. തൊട്ടടുത്ത് നിന്ന് വെടിയുതിർത്താൽ കൊല്ലപ്പെടുത്താമെന്ന കരുതിയാണ് കൊറിയർ നൽകാമെന്ന വ്യാജേന ദീപ്തി എത്തിയത്. സുജിത്തിന്റെ വീട് ദീപ്തിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞായറാഴ്ച രാവിലെ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ചാക്ക പാൽക്കുളങ്ങര റൂട്ട് വഴി ചെമ്പകശ്ശേരി ലൈനിൽ എത്തി കൃത്യം നടത്തി അതേ കാറിൽ ചാക്ക ബൈപ്പാസ് വഴി കടന്നു കളഞ്ഞു. സംഭവം കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതായി വരുത്തി തീർക്കാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്കാണ് ദീപ്തി നേരെ പോയത്. പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന മാധ്യമ വാർത്തകൾ മനസ്സിലാക്കിയ ദീപ്തി പിടിയിലാകില്ലെന്നായിരുന്നു കരുതിയത്. പിന്നീട് വീട്ടിലേക്കും പോയി. കാറിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തായതോടെ കാർ ഉപേക്ഷിക്കാനും ശ്രമം നടത്തി. ഇതിനിടെയാണ് ദീപ്തി പിടിയിലാവുന്നത്. പൾമണോളജിയിൽ MD എടുത്ത ശേഷം ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യാലിറ്റിയിൽ ഫെലോഷിപ്പും നേടിയിട്ടുണ്ട്. 5 മാസം മുമ്പാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ജോയിൻ ചെയ്തത്. ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റായി സേവനമനുഷ്ഠിക്കുകയായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. നിരീക്ഷണ ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇവരെ തിരിച്ചറിഞ്ഞത്. എന്നാൽ കുറ്റം നടത്താൻ എന്താണ് കാരണമെന്നത് പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രതിയായ സ്ത്രീ ഒറ്റയ്ക്കാണോ കൃത്യം നടത്തിയതെന്നതും ആരെങ്കിലും ഇവരെ സഹായിച്ചിട്ടുണ്ടോ എന്നതും കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് പോലീസ്. സാമ്പത്തിക പ്രശ്നങ്ങളാണോ കുടുംബപരമായ പ്രശ്നങ്ങളാണോ വെടിവയ്പ്പിന് കാരണമെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വ്യാജ നമ്പർ പതിച്ച കാറിലെത്തി ഷിനിയെ ആക്രമിച്ച ശേഷം ചാക്ക വഴിയാണ് ഇവർ രക്ഷപ്പെട്ടത്. കുളത്തൂർ, കണിയാപുരം, കഴക്കൂട്ടം, പള്ളിപ്പുറം, മംഗലപുരം, ആറ്റിങ്ങൽ, കല്ലമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്നും 10-ലേറെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. സംഭവ ദിവസം രാവിലെ കൊല്ലം ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് കാർ സഞ്ചരിച്ച വഴികളിലെ ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിരുന്നു. 200ഓളം നിരീക്ഷണ ക്യാമറകളാണ് പോലീസ് പരിശോധിച്ചത്. ദീപ്തിമോൾ കാറിൽ സഞ്ചരിക്കുന്ന ദൃശ്യവും കാറിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുന്ന ദൃശ്യവും നാവായിക്കുളം, കല്ലമ്പലം എന്നിവിടങ്ങളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. ഒത്ത വണ്ണവും പൊക്കവുമുള്ള സ്ത്രീ വന്നത് സ്വിഫ്റ്റ് കാറിൽ, വ്യാജ നമ്പറുള്ള കാറിന്റെ ദൃശ്യം, ഈ 3 കാര്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. ഷിനിയുടെ ഭർത്താവ് സുജിത്ത് സംഭവം അറിഞ്ഞ് മാലിദ്വീപിൽ നിന്നും നാട്ടിലെത്തിയിട്ടുണ്ട്. സുജിത്തിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. കയ്യിൽ വെടിയേറ്റ ഷിനിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ഷിനിയുടെ ജോലിയും വീടും നന്നായി അറിയാവുന്ന ആളാണ് പ്രതിയെന്ന് പോലീസ് നേരത്തെ ഉറപ്പിച്ചിരുന്നു. NHM ഉദ്യോഗസ്ഥയായ ഷിനി ഞായറാഴ്ച വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയാണ് പ്രതി എത്തിയത്. വീട്ടിലെത്തി ഇനിഷ്യൽ സഹിതമാണ് ഷിനിയുടെ പേര് ചോദിച്ചത്. പ്രധാന റോഡിൽ നിന്നും 250 മീറ്ററോളം ഉള്ളിലേക്ക് കയറിയാണ് ഷിനിയുടെ വീട്. ഇടവഴിയിലൂടെ കാറിലെത്തി അക്രമി വാഹനം ഇവിടെ നിർത്തിയ ശേഷം നേരെ വീട്ടിലേക്ക് നടന്നു ചെന്നു. അതിനാൽ ഷിനിയുടെ വീടും പരിസരവും കൃത്യമായി അറിയുന്ന ആളാകും ഈ കൃത്യം ചെയ്തതെന്ന് പോലീസിന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടായിരുന്നില്ല. ഒരു കാറിന് മാത്രം ഒരേ സമയം കടന്നു പോകാൻ പറ്റുന്ന വഴിയായിരുന്നു ഷിനിയുടേത്. വാഹനവുമായി രക്ഷപ്പെടാൻ കണക്കാക്കി കൃത്യമായ സ്ഥലത്ത് കാർ പാർക്ക് ചെയ്താണ് ദീപ്തി കൃത്യം നടത്താൻ എത്തിയത്. ഷിനിക്ക് പതിവായി കൊറിയർ വരാറുണ്ടായിരുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് ദീപ്തി കൃത്യം നടത്താൻ കൊറിയർ നൽകാനെന്ന വ്യാജേന അവരുടെ വീട്ടിലേക്ക് എത്തിയത്.